മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കിച്ചൺ ഓർഗനൈസ് ചെയ്യാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല. കിച്ചൺ ഫുൾ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം കിച്ചൺ ടൂറായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഐക്കയിലാണ് പോയത്. ഐക്കയിൽ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം വാങ്ങിച്ചത് ഈ ഒരു കണ്ടെയ്നറാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ്. വണ്ണം കുറഞ്ഞിട്ട് പൊക്കമുള്ളൊരു ഷേപ്പ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള കണ്ടെയ്നർ വെക്കുമ്പം കിട്ടുന്ന സ്പേസിനേക്കാൾ കൂടുതൽ സ്പേസ് ഈ ഒരു ഷേപ്പിലുള്ള കണ്ടെയ്നർ വെക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഇതിൽ 2 കിലോ അളവിൽ നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കബേർഡാണ്. അപ്പോൾ ഇതിൽ മൈദ വെക്കാനായിട്ടൊരു ടിൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് വെച്ചെന്നുള്ളൂ കേട്ടോ. അടുത്തത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചൊരു മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഒരു സെറ്റാണ്. 3 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്താണ് കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ക്ലോത്തിനൊക്കെ നമ്മൾ രാവിലെ എടുത്ത് ഉച്ചയാകുമ്പോഴേക്കും അതിനൊരു സ്മെല്ലൊക്കെ പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല, നല്ലോണം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ പിന്നെ ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഞാനൊരു സ്ട്രെയിനറാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ. ഇതിൽ ഞാനിപ്പോൾ ഫ്രൂട്ട്സൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അടുത്തൊരു ഫുഡ് കണ്ടെയ്നറിൻ്റെ ബോക്സാണിത്. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൽ 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ടൈറ്റാണ് ഇതിൻ്റെ ലിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കബേർഡിൽ ഫുഡ് കണ്ടെയ്നേഴ്സ് മാത്രം വയ്ക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങിയതാണ് കേട്ടോ അത്. ഇതൊരു വയേർഡ് ബാസ്ക്കറ്റാണ്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ എടുത്ത് വയ്ക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ എയർ പാസ് ചെയ്യുന്ന പോലത്തെ ബാസ്ക്കറ്റിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി പോവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഒരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് ഞാൻ ആ സ്ട്രെയിനറും പിന്നെ ഈ വയേർഡ് ബാസ്ക്കറ്റും പിന്നെ ഐക്കയിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഈ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് കൊണ്ടും അവിടെ ഒന്ന് ഭംഗിയാക്കി എടുത്തു. ഇങ്ങനെയായിരുന്ന സ്പേസിനെയാണ് കേട്ടോ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ച പോലെ ആക്കിയെടുത്തത്. അടുത്തത് ഈ ഒരു ചെറിയ കണ്ടെയ്നേഴ്സാണ് വാങ്ങിച്ചത്. ഞാനിതിന് മുമ്പും കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ സ്പൈസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഡ്രോയറിലാണ് ഇതുപോലത്തെ സ്പൈസസ് എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹാൻഡിയാണ്, നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതും ഒരു ഫുഡ് കണ്ടെയ്നർ തന്നെയാണ്. ഇത് ചെറിയ അളവിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അടുത്തത് ഐക്കയുടെ പ്ലേറ്റ്സ് ആണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റ്സ് ആണ്, എന്നാൽ വിലയും കുറവാണ്. എൻ്റെ കയ്യിൽ 1 ഇയറോളൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതുവരെ പൊട്ടാത്ത പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു സെറ്റും കൂടെ വാങ്ങിച്ചതേ ഉള്ളൂ. ഇതൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഒരു പീസ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രെയർ ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പീസും കൂടെ വാങ്ങിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ഐക്കയിൽ എപ്പോൾ പോയാലും ആ പ്ലാന്റ് സെക്ഷൻ കാണുമ്പോൾ ഒരു ചെടിയെങ്കിലും വാങ്ങിക്കാതിരിക്കാനായിട്ട് തോന്നാറില്ല. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പീസ് ലില്ലി വാങ്ങിക്കുന്നത് ഐക്കയിൽ നിന്ന് തന്നെ. പക്ഷേ എൻ്റെ ആദ്യത്തെ പ്രാവശ്യം ചീത്തയായി പോയായിരുന്നു. ഇനി ചീത്തയാവുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. ഇതിപ്പോൾ ഞാൻ ആ പ്രെയർ ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെടിയും അതുപോലെ ക്യാൻഡിൽ സ്റ്റാൻഡും വാങ്ങിച്ചത്. ഇത് പിന്നെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാനിപ്പോൾ കിച്ചണിലും വെച്ചു. പിന്നെ ഒരെണ്ണം ഇതുപോലെ TV സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു കറി ഉച്ചക്കലത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. പരിപ്പും മത്തങ്ങയും എരിശ്ശേരിയും ക്യാരറ്റ് തോരനും പിന്നെ മീൻ വറക്കാനായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ഊടിനേക്കുള്ളത്. നമ്മുടെ കയ്യിൽ തുവരപ്പരിപ്പാണുള്ളതെങ്കിൽ ഈ മത്തങ്ങ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിട്ട് വേവിക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കടലപ്പരിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ്. ഈ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
ഇനി അതിരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരപ്പാക്കിയെടുക്കാം. ഞാനപ്പോൾ 1 കപ്പ് തേങ്ങയും 2 പച്ചമുളകും ഒരു 2 പിഞ്ച് ജീരകവും കൂടെ, ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നല്ല മഷി പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ പരിപ്പും മത്തങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് തോരനാക്കിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനേക്കാളും എളുപ്പമുള്ള രീതിയാണിത്. 2 ക്യാരറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ചോപ്പറിൽ ഞാൻ അടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സവാളയും ഒരു 3-4 പച്ചമുളകും വേപ്പിലയും നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഒരു 3/4 കപ്പോളം ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ ക്യാരറ്റ് തോരൻ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്കൊരു 2 പിഞ്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി നിർബന്ധമൊന്നുമില്ല, അത് പെൻ്റെയിൽ പൊടിച്ചതുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് അടച്ചു വെച്ച് അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വേവിച്ച് എടുത്ത പരിപ്പും അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അതും മൂടി വെച്ച് വന്നിട്ട് അതിൻ്റെ ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെയും അതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് നല്ല പരിവാകുന്നിടം വരെ ഒന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അത്രേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഉപ്പും മധുരവും ഒക്കെ കറക്റ്റാണ്. മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന മത്തങ്ങയ്ക്ക് അത്ര വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 പിഞ്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ നേരത്തെ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ക്ലീനിങ്ങും നടന്നു പോകണം. അങ്ങനെ ക്ലീനിങ് നടന്നു പോയതുകൊണ്ട് വലുതായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അടുത്ത മീൻ വറുക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും മീൻ വറുക്കണ സമയത്ത് അതിൻ്റെ ഇടയിൽ നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീനൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് നമുക്ക് മറിച്ചിടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധനം ഞാൻ IKEA നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഈ മീനൊക്കെ വറുക്കുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചുറ്റുപുറമുള്ള സ്ഥലത്തൊന്നും ആ മീനിൻ്റെ എണ്ണയൊന്നും തെറിക്കൊന്നുമില്ല. അതുപോലെ കിച്ചണിന് വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്പാച്ചുലയും ഞാൻ ശരിക്കും പറഞ്ഞാൽ IKEA നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നല്ല സുഖമാണ് അത് വെച്ചിട്ട് മറിച്ചിടാനൊക്കെ. അപ്പോൾ നമ്മുടെ ഊണ് റെഡിയായി. മത്തങ്ങയും പരിപ്പും എരിശ്ശേരിയും ക്യാരറ്റ് തോരനും മീൻ ഇപ്പൊ ഈ ബാങ്കിനുള്ളിൽ എന്താണെന്ന് കാണിക്കട്ടെ. ഊണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ് കേട്ടോ. ഊണ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ പിന്നെ ചായയൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരത്തെ സ്നാക്ക് എന്ന് പറയുന്നത് ബ്രെഡ് പൊരിച്ചതാണ്. നമ്മുടെ പഴംപൊരിയുടെ സെയിം മിക്സ് തന്നെ, പക്ഷേ പഴത്തിന് പകരം ബ്രെഡ് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പും സോസറും ഞാൻ IKEA നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് കപ്പും സോസറും കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ എന്നാൽ അതുപോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നു. ജസ്റ്റ് ഒന്ന് പാർക്കിൽ വരെ പോയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ കുളിച്ച് വൃത്തിയായി. ഇനിയിപ്പോൾ പ്രെയർ, പിന്നെ ഡിന്നർ, പിന്നെ കിടക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. മറ്റ് നമ്മുടെ റുട്ടീൻസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റുട്ടീനാണ് സ്പിരിച്വൽ പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പ്രെയർ ടൈം ഞങ്ങൾ മാക്സിമം മിസ് ചെയ്യാതിരിക്കാനായിട്ടും കറക്റ്റ് സമയത്തിന് ചെയ്യാനായിട്ടും നോക്കാറുണ്ട് കേട്ടോ. പ്രെയറൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ കിച്ചൺ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ ലിവിങ് റൂമും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്തിടാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒന്ന് ക്ലീനാക്കി ഇടാനായിട്ട് നോക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഒരു സ്പേസ് നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ലിവിങ് റൂമിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അന്നത്തെ ദിവസം നല്ലൊരു ഹാപ്പി മൂഡിലാവുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. പറ്റുന്ന സമയത്ത്, എപ്പോഴും അല്ല, പറ്റുന്ന സമയത്ത് നമുക്ക്
നമുക്ക് എനർജി ഉണ്ടെങ്കിൽ ലിവിങ് റൂമും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്തതിന് ശേഷം പോയി കിടക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ബെഡ് ടൈമാണ്. സാധാരണ ഞാൻ ഈ സമയത്ത് സെയിൻസിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റി ഞാൻ പഠിച്ചതിന് ശേഷം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് ലൈബ്രറി പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം കുറച്ച് ബുക്സ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റോറീസ് വായിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ബൈ ബൈ.